പൗരസ്ത്യ സുറിയാനി സഭയുടെ പൈതൃകം പേറുന്ന സീറോ മലബാർ സഭയിലെ ഏറ്റവും വലിയ പെരുന്നാൾ എന്നറിയപ്പെടുന്ന ദുക്രാന തിരുനാളിനോടനുബന്ധിച്ച് പാലാ രൂപത AKCCയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പുങ്കൽ ഫൊറോന പള്ളിയുടെ മാർത്തോമാ സ്മാരകത്തിങ്കൽ ദുക്രാന ദ മാർത്തോമാ ദിനം ആഘോഷിച്ചു. എന്തുകൊണ്ട് നമ്മൾ ഈ ആറിൻ്റെ തീരത്തിരിക്കുന്നു എന്ന് പലരും ചോദിച്ചു. തീർച്ചയായിട്ടും ഈ പ്രകൃതി സൗന്ദര്യം കാണുമ്പോൾ തോമസ് ലീഹ ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്കേകിയ ദീപശിഖ, വിശ്വാസത്തിൻ ദീപശിഖ, തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. മാർത്തോമാ നസ്രാണികൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു നാമമായിട്ട് സൂക്ഷിക്കുന്നത് തോമാശ്ലീഹായുടെ നാമധേയമാണ്. ഇവിടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച അപ്പസ്തോലന്മാർക്ക് നിർഭയരായി ഈശോയെ പ്രസംഗിക്കാതിരിക്കാൻ വയ്യ. ആ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് തോമാശ്ലീഹ ഭാരതത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. ഞാൻ 58 വർഷമായിട്ട് ഈ കോട്ടയം ജില്ലയിൽ താമസിക്കുന്ന ആളാണ്. എങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് കഴിഞ്ഞ മാസമാണ് അറിഞ്ഞപ്പോഴാണ് ഈ സ്ഥലത്തെ സ്നേഹിക്കുവാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇവിടെ വന്നത്. നിങ്ങളെല്ലാവരും ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയായിരിക്കും. ഇത്രയും പ്രസിദ്ധമായ തോമാശ്ലീഹായുടെ പാദസ്പർശത്താൽ അനുഗ്രഹീതമാണെന്ന് തലമുറകളായിട്ട് വിശ്വസിക്കുന്ന ഈ സ്ഥലത്ത് വന്നത് നമ്മളത് അറിഞ്ഞത് കൊണ്ടാണ്. സഭയുടെ മക്കളെല്ലാവരും ഒന്നു ചേർന്നിരുന്ന് തങ്ങളുടെ വിശ്വാസ പിതാവിനെ അനുസ്മരിക്കുന്നത് ഒരു വലിയ ചരിത്ര സംഭവമായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മണ്ണിൽ വെച്ച് ഈ സമ്മേളനം, മഹത്തായ ഈ സമ്മേളനം നടത്തുവാനായിട്ട് തീരുമാനമെടുത്തത്. മാർത്തോമാ ശ്ലീഹ ചേർപ്പങ്കലെത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് ചേർപ്പങ്കലിലുള്ളത്. സുവിശേഷ പ്രചരണാർത്ഥം ഭാരതത്തിലെത്തിയ തോമാസ് ലീഹ കേരളത്തിലെ പ്രമുഖ ജൂതകേന്ദ്രമായിരുന്ന കൊടുങ്ങല്ലൂരിൽ നിന്നും കിഴക്കൻ മേഖലയിലേക്ക് വ്യാപാരത്തിനെത്തിയ യഹൂദ വ്യാപാരി സുഹൃത്തുക്കൾക്കൊപ്പം സുവിശേഷം പ്രസംഗിക്കാൻ ഇവിടെ എത്തിയെന്നും അങ്ങനെ ജലമാർഗ്ഗയുള്ള യാത്രാമധ്യേ 3 പീടികക്കടവിലെ ആൾക്കൂട്ടം കണ്ട് അവിടെ ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. യഹൂദ വ്യാപാരികൾക്കൊപ്പം ദിവസങ്ങളോളം ഇവിടെ തങ്ങിയ തോമാസ് ലീഹ വിശ്രമവേളയിൽ കുട്ടികൾ 2 ഭാഗമായി തിരിഞ്ഞ് കളിക്കുന്നതും ഒരു ഭാഗത്തെ കുട്ടികൾ സ്ഥിരമായി തോറ്റ് നിരാശരായി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് അവരുടെ അടുത്തെത്തി 2 കമ്പുകൾ കൊണ്ടുവരാൻ പറയുകയും കുട്ടികൾ കൊണ്ടുവന്ന പാലക്കമ്പുകൾ കൊണ്ട് ഒരു കുരിശുണ്ടാക്കി നാട്ടി നിർത്തി ആ ഭാഗത്ത് നിന്ന് കളിക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഭാഗത്ത് നിന്ന് കളിച്ച കുട്ടികൾ തുടർച്ചയായി വിജയിക്കുകയും കുട്ടികൾ ആശ്ചര്യത്തോടെ ഭവനങ്ങളിലെത്തി വിവരം പറയുകയും അത് കേട്ട് മുതിർന്നവർ വന്ന് തോമാസ് ലീഹായോട് സംസാരിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് സുവിശേഷം കേട്ട് അവർ വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുകയും ചെയ്തു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. ശ്ലീഹ ഇവിടം വിട്ടു പോകുന്ന വേളയിൽ അവർക്ക് പ്രാർത്ഥിക്കാനായി ഒരു സ്ഥലത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഒരിടത്ത് തൻ്റെ പാദുകം അഥവാ ചെരുപ്പൂരി നിലത്ത് കുരിശു വരച്ച് സ്ഥലം കാണിച്ചു കൊടുക്കുകയും അവിടെ വിശ്വാസികൾ കുരിശു നാട്ടി പ്രാർത്ഥന തുടങ്ങുകയും ചെയ്തിടത്തു നിന്നാണ് ചേർപ്പുങ്കൽ ഇടവകയുടെ വിശ്വാസ പൈതൃകം ആരംഭിക്കുന്നത്. അങ്ങനെ ചെരുപ്പൂരി കുരിശു നാട്ടിയ സ്ഥലം എന്ന നിലയിൽ ചെരുപ്പിങ്കൽ എന്നും തുടർന്ന് ചേർപ്പുങ്കൽ എന്നും ഈ പ്രദേശം അറിയപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു.